ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് വയ്യായുള്ളൊരു സമയത്തെ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാനാണ് എനിക്ക് തീരെ അന്നൊക്കെ പറ്റാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കണ ഒരു ലെമൺ റൈസിൻ്റെ വീഡിയോ ആണ് ഈ ഇട്ടിരിക്കുന്നത്. ലെമൺ റൈസിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക എപ്പോഴും കേട്ടോ. അതിലാണ് നമ്മൾ മിടുക്ക് കാണിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലവർ പക്ഷേ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടേ ഉണ്ടാക്കൂ എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടങ്ങൾ അല്ലേ. അപ്പോൾ അത് ആ വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് അതിൽ ഉലുവില്ല, കടുക് മാത്രം ഇട്ട് പൊട്ടിച്ചു. പിന്നെ ഉഴുന്ന് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. കപ്പലണ്ടി ലെമൺ റൈസിൽ കപ്പലണ്ടി തന്നെയാണ് നമ്മൾ ചേർക്കുക. പിന്നെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേർക്കാം. നിറയെ മുന്തിരി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ലെമൺ റൈസിന് അത് മുന്തിരി കൂടുതലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ടൊമാറ്റോ റൈസിന് നമുക്ക് മുന്തിരി ഒന്നും ഇട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമില്ല. പക്ഷേ ഇതിൽ മുന്തിരി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഇത്രയും വയ്യാണ്ടായിട്ട് അമ്മ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ വന്നിട്ടുണ്ട് വീട്ടിൽ. ഈ വീഡിയോ പിടിക്കുമ്പോൾ വന്നിട്ടില്ല. ഞാനിത് എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ ഇടുന്ന ദിവസം അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അമ്മ വന്നാലൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ പണികളെടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഫുഡിൻ്റെ കാര്യത്തിലായാലും അങ്ങനെയൊന്നും പറ്റില്ല. ചിലപ്പോൾ വല്ല പാത്രങ്ങളൊക്കെ കഴുകി തരും, അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അടിച്ചു വാരി വിളക്കും. ഈ ഇത്രയ്ക്കൊക്കെ പറ്റുള്ളൂ. ഇത്തിരി പ്രായമൊക്കെ ആയില്ലേ, അപ്പോൾ അത്രേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അമ്മ വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് അമ്മ ഇല്ലാത്ത ഒരു ദിവസത്തെ വീഡിയോ ആണ്. ഞാൻ പല്ലൊക്കെ എടുത്ത് ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വീഡിയോയുടെ അടിയിലും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മെസ്സേജ്. വയ്യായി കുറഞ്ഞില്ല, എന്തോ വീഡിയോ ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വാട്സപ്പിൽ പറ്റണവരോടൊക്കെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ ഇട്ടവരോടൊക്കെ എല്ലാവരോടും വയ്യായര അസുഖവിവരം ചോദിക്കണവരോടൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിളിച്ചവരൊന്നും ഫോൺ അങ്ങനെ എടുത്തിട്ടില്ല. എനിക്ക് അത്രയും പറ്റാണ്ടാണ് കേട്ടോ വിളിച്ച് സംസാരിക്കാനായിട്ട് പറ്റാണ്ടായിരുന്നു. ഞാൻ ആരെയും കോൾ എടുക്കാണ്ടിരുന്നത്. പിന്നെ ഈ വീഡിയോ വരുന്നതിൻ്റെ തലേദിവസം വൈകുന്നേരമൊക്കെ ഞാൻ എന്താ പറയുക, ബസ്സിലിരിക്കുന്ന സമയത്ത് വിളിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മഴയുള്ളപ്പോൾ ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് പിന്നെ അവർ ബസ്സിൽ പാട്ടും വയ്ക്കും. അപ്പോൾ എല്ലാതും കൂടിയാകുമ്പോൾ നമുക്ക് കേൾക്കില്ല കേട്ടോ. അതുകൊണ്ടാണ്, ഇപ്പം മഴയല്ലേ, നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതെടുക്കാതിരുന്നത്. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നാവും. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറും. അപ്പോൾ ഈ പല്ലുവേദനയുടെ ഗുളിക കഴിച്ചിട്ട് എനിക്ക് ആകെ ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നു കേട്ടോ. ആ വേദനയുടെ ഗുളികയാണ് കഴിച്ചത്. അപ്പോൾ അത് കാരണം വേദനയുടെ ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ വയ്യായികളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഗ്യാസിൻ്റെ ഗുളിക വീണ്ടും വീണ്ടും ഡോക്ടർ കണ്ട എന്താ പറയുക, ഒരാഴ്ച രോഗവാരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീഡിയോ വരുമ്പോൾ എനിക്ക് വലിയ ഒരു വിധം ഉഷാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. പിന്നെ നമ്മുടെ കൂട്ടുകാർ കുറേ ആൾക്കാരൊന്നും തിരിച്ചെത്തിയിട്ടില്ല. ഇന്നലെ വീഡിയോ ഇടുന്ന അറിയാണ്ടായിരിക്കാം. അപ്പോൾ ഇനി തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെമൺ റൈസിലേക്ക് എരിവിന് വേണ്ടി പച്ചമുളക് ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 3-4 നാരങ്ങയൊക്കെ വേണം കേട്ടോ. നാരങ്ങ ഫസ്റ്റ് തന്നെ ഒഴിക്കുന്നതാണ് നല്ലത്. ഈ അരി ഇടണേറ്റ് മുന്നേ ഒഴിക്കുന്നതാണ്, ലെമൺ ജ്യൂസ് ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയുള്ളൂ. പിന്നെ പാകത്തിന് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കണ പോലെ വെള്ളം ഒഴിച്ച് കാണിട്ട് ഇതിൽ തന്നെ വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നി കുറച്ചും കൂടിയും ചോറ് ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ലെമൺ റൈസ് ടേസ്റ്റി ആവാമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ കൂട്ടുകാരുടെ സൗകര്യത്തിന് ചെയ്യുക. പിന്നെ ഇതേപോലെ വയ്യാത്ത ദിവസമോ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങണം എന്നുള്ള ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക. ലെമൺ റൈസും തൈരും മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ ഒരു എഗ് റോസ്റ്റും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഒരു നേരമോ 2 നേരമൊക്കെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് തീരെ വയ്യെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ വയ്യായി മാത്രമല്ലല്ലോ, വീട്ടിൽ ക്ലീനിങ് വർക്കുള്ള ദിവസം, അങ്ങനെ എങ്ങനെയെങ്കിലും പോകേണ്ട ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവും. കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ കുഴപ്പമില്ല കേട്ടോ കൊടുക്കണോണ്ട്. പിന്നെ എരിവ് കുറച്ചിടണമെന്ന് മാത്രമല്ല, എന്തുണ്ടാക്കുമ്പോഴും എരിവ് കുറച്ചിടണം. എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എരിവ് കഴിക്കുകയേ ചെയ്യരുതെന്ന് കേട്ടോ. അപ്പം ഇനി അങ്ങനെ ശ്രദ്ധിക്കണം. എന്താ പറയുക, ബ്ലഡ് ഇല്ലാണ്ട് ഇതൊക്കെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അസുഖങ്ങളുടെ ഘോഷയാത്രയായി. എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ എന്നും വയ്യ എന്ന് പറയുന്നത് കണ്ടിട്ട് ഭയങ്കര ഇറിറ്റേഷൻ തോന്നണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം അതല്ലേ, എന്നും വയ്യാന്ന് കേൾക്കുമ്പോഴും ദേഷ്യം വരും. അതൊരു സത്യം തന്നെയാണ്. പിന്നെ ഞാനിങ്ങനെ സംസാരിക്കണതിൻ്റെ ഈ ശബ്ദത്തിൻ്റെ കാര്യം യൂട്യൂബ് പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതൊന്നും ഇല്ലാണ്ട് ആക്കാനായിട്ട് ഒരു യൂട്യൂബ് ഇത് കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാവും എന്നൊക്കെ വിചാരിക്കാം കേട്ടോ. ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്, ഫോണൊക്കെ നിർത്തി പിടിച്ചിട്ട്.
അപ്പോൾ ആകെ അത് മാത്രം ഞാൻ ചെയ്തുള്ളൂ കേട്ടോ. ചോറാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്തിരി കട്ടൻ ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ കട്ടൻ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പല്ല് വേദന കുറഞ്ഞിട്ടുള്ളൊരു ദിവസമാണ്, ഈ ഒരു ദിവസമാണ് പല്ലെടുക്കാൻ പോണത് കേട്ടോ. പക്ഷേ അസുഖങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല. ഗ്യാസിൻ്റെ ഭയങ്കര പ്രോബ്ലമാണ്. എനിക്ക് വേദനയുടെ ഗുളിക കഴിക്കുമ്പോഴാണ് കേട്ടോ അതുണ്ടാവുക. ബോറടിക്കുന്നുണ്ടാവില്ല കൂട്ടുകാർക്ക്. ഞാനിങ്ങനെ എൻ്റെ വയ്യായരെ വിശേഷം പറഞ്ഞ് വെറുപ്പിക്കുകയാണ്. അങ്ങനെ അതേ ചായയൊക്കെ കുടിച്ച് ഇനി എല്ലാം പതുക്കെയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ലെമൺ റൈസ് ഒന്ന് ഇളക്കിയിടാൻ തോന്നി. ഒരു വിധമായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ലെമൺ റൈസ് എന്ത് ബിരിയാണി അരിയുടെ ഇത് വയ്ക്കുമ്പോഴും ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കണം കേട്ടോ. ഇവിടെ ചേട്ടനെ കൊണ്ട് ഞാൻ തൊടിയിക്കുകയേ ചെയ്യില്ല. ഇങ്ങനത്തെ ചേട്ടൻ ഇടയ്ക്ക് ചോദിക്കും ഞാൻ ഇളക്കി തരാമെന്ന് ചോദിക്കും. പക്ഷേ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ലോക്ക് അങ്ങോട്ട് പൊടിഞ്ഞു പോകും വഴിയൊക്കെ. അപ്പോൾ നമ്മളത് സോഫ്റ്റായിട്ട് ഒന്നില്ലെങ്കിൽ ഫോർക്കൊണ്ടോ അങ്ങനെയൊക്കെ ഇളക്കണം കേട്ടോ. ഇത് കേട്ടോ ഇപ്പോൾ നല്ല അരിയൊക്കെ നല്ല കറക്റ്റ് വേവായിട്ടിരിക്കിയിട്ട് പിന്നെ അവസാനമാകുമ്പോൾ നമുക്കിത് തോന്നും വെള്ളം പോരായ വെള്ളം കൂടുതലാണോ അങ്ങനെയൊക്കെ തോന്നും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴും വേവിക്കാനായിട്ട്. അത് കഴിഞ്ഞ് അവസാനം ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കുഴഞ്ഞൊരു ഇതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അങ്ങോട്ട് പോയി കിട്ടിക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇത് അത്യാവശ്യം ഒന്ന് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ തൈര് റെഡിയാക്കുകയാണ് കേട്ടോ. തൈര് ഞാൻ ഒന്ന് മിക്സിയിൽ അടിച്ച് കണ്ടിട്ട് ഇത്തിരി ലൂസാക്കി എടുത്തു. എന്നുവെച്ചാൽ നന്നായിട്ട് തൈര് ഒഴിച്ച് കഴിക്കണം ഇവർക്കൊക്കെ. അപ്പോൾ അത് കാരണമാണ് ഞാൻ തൈര് അടിച്ചപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ പോയി കേട്ടോ. അപ്പോൾ അത് വേഗം അതിലേക്ക് വെച്ച് കണ്ടിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് പിന്നെ അതിൽ ഒരു പച്ചമുളകും സവോളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ട്, കറിവേപ്പിലൊക്കെ തന്നെയാണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ടുള്ളൊരു തക്കാളി അങ്ങനത്തെ ഒരു ഇതൊന്നും ആക്കാനൊന്നും നിന്നില്ല. പിന്നെ നമ്മുടെ ശ്രീകുട്ടനെ എപ്പോഴും സിമ്പിളായിട്ട് ചെയ്യണതാണ് ഇഷ്ടം. ഇതേപോലെ കേട്ടോ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചതച്ചിട്ടിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ആക്കി വെച്ചു. അപ്പം അങ്ങനത്തെ നമ്മുടെ ലെമൺ റൈസും മോരും കൂട്ടിയിരുന്ന് കഴിച്ചു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ പോലെയായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. അവർക്ക് തൈര് തന്നെ വേണമെന്നില്ല. എനിക്ക് പക്ഷേ വേണ്ട, എന്താ പറയുക, എരിവൊക്കെ അധികം കൂട്ടിയിട്ടാന്ന് തോന്നുന്നു. ഒട്ടും അങ്ങോട്ട് ഉച്ചയായപ്പോൾ തൈര് ഒഴിച്ച് കൂട്ടിയപ്പോൾ കുഴപ്പമില്ല. പക്ഷേ സൈഡ് എന്തെങ്കിലും കൂടി വേണം കേട്ടോ. എനിക്ക് ഒരു ചമ്മന്തിയാ, ഒരു പുതിന ചമ്മന്തിയാ, അങ്ങനെ എന്തെങ്കിലും കൂടിയും എനിക്ക് വേണം. പിള്ളേർക്ക് പക്ഷേ അതൊന്നും ചേട്ടനോ ഒന്നും അത്ര വേണ്ടി വന്നില്ല. അവർ ഈ തൈര് കൂട്ടിയിട്ട് തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലെമൺ റൈസും ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് ചായ കുടിക്കാൻ നേരം കിട്ടിയില്ലല്ലോ. അപ്പം എനിക്ക് അത്രയ്ക്ക് ആയപ്പോഴേക്കും ഇത്തിരി വയ്യാണ്ടായി. ഞാൻ ഇവിടെ ഒന്ന് വന്നിരുന്നു. അപ്പം നോക്കിയപ്പോൾ ചേട്ടൻ എനിക്കുള്ള മുന്തിരിയും കപ്പലണ്ടിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അന്ന് എനിക്ക് വലിയ കുഴപ്പമില്ല, പല്ലെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അന്ന് ഞാൻ ആ മുന്തിരി എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെള്ളത്തിലിട്ട് ആ കുതിർത്ത മുന്തിരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടനോട് ഞാൻ തല്ലുവിട്ടാൽ വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് വയ്യാണ്ടായി, ഇനി ഞാനൊന്നും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ചേട്ടനും പോണ നേരമല്ലേ, അത് കാരണം കൊണ്ട് തന്നെ വലിയ സഹായം രാവിലെ കിട്ടിയില്ല. വൈകുന്നേരമാണ് കേട്ടോ കൂടുതലും ചേട്ടൻ്റെ വക സഹായം ഉണ്ടാവുക. രാവിലെ അത്ര വലിയ സഹായം ഉണ്ടാവും, എന്നാലും കൂടുതലായിട്ട് പറ്റില്ല. പിന്നെ നമ്മുടെ കമ്പനി ഉണ്ടല്ലോ, ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലം, അതിൻ്റെ പുതിയതായിട്ട് പണിയണ സ്ഥലമാണ്. അന്നത്തെ ദിവസം ഓഫീസ് സെറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്നൊക്കെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ആൾക്കാരെ ഞങ്ങളുടെ ഓണർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആവശ്യമൊന്നുമില്ല, എന്നാലും അവിടെയൊന്നും കാണാൻ ചെല്ലാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാലും അതൊരു സന്തോഷമാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമല്ലേ. നമ്മളിനി ജോലി ചെയ്യാൻ പോണ സ്ഥലമൊക്കെ ഒന്ന് കാണുമ്പോൾ, പണിതുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സ്ഥാപനം അവിടെ പണിയുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നെയ്തിലക്കാവിലമ്മേരെ എന്താ പറയുക അമ്പലമാണ്. നെയ്തിലക്കാവിലമ്മേനെ പ്രസിദ്ധമാണല്ലോ. നമ്മുടെ തൃശ്ശൂർ പൂരം തുടക്കം കുറിക്കണത് നെയ്തിലക്കാവിലമ്മേരെ തിടമ്പേറ്റിയ കൊമ്പൻ തെക്കേ നട തള്ളി തുറന്നിട്ടാണ് കേട്ടോ. അത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നാണ് എഴുന്നള്ളിച്ച് നടന്ന് കാൽനടയായിട്ട് നമ്മുടെ തൃശ്ശൂർക്ക് എത്തുക. അപ്പോൾ ആ ഒരു അമ്പലമാണ്. അപ്പോൾ അത് ഇത്തിരി പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനൊന്ന് വേഗം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ പോരണ വഴിക്ക് നമ്മുടെ നെക്സ്റ്റ് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, മാളുകളൊക്കെ ഉള്ളത്. അപ്പോൾ ആ പാടമൊക്കെ അതൊക്കെ തന്നെയാണ്, ശോഭ സിറ്റി അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു മാത്രം കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പല്ല് ഡോക്ടറെ കാണാൻ പോയി. അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ പല്ല് ഡോക്ടറെ കാണാൻ പോയി എടുത്ത അവസ്ഥ പറയാനില്ലല്ലോ. പല്ലെടുത്താലത്തെ അതും അണക്കല പല്ലാണ്, കീറിയിട്ടുണ്ടായിരുന്നു, 2 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 2 സ്റ്റിച്ചൊക്കെ ഉണ്ടാകുമ്പോഴത്തെ വേദന പറയാനില്ലല്ലോ. അപ്പോൾ അത് ഇഞ്ചക്ഷൻ ചെയ്ത് തരിപ്പിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കണ ഒരു ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ പണ്ട് ഞാനൊരു പല്ലെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒടുക്കത്തെ വേദനയായിരുന്നു, നമ്മുടെ ശ്രീകുട്ടൻ കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പോൾ ചെറിയ കുട്ടികളുള്ളപ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ, നമുക്കൊന്ന് കിടക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അന്നത്തെ ആ വേദനയുടെ ഓർമ്മയിൽ എനിക്ക് ആലോചിച്ചിട്ട് സങ്കടമൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ഈ പല്ല് പിന്നെ എടുക്കല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പല്ലെടുക്കുക തന്നെ
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ പരാതികളും പരിഭവങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടിപൊളി ക്ലീനിങ് വീഡിയോയും അതും ഇതൊക്കെ ആയിട്ട് ഞാൻ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വയ്യാണ്ടായ കാരണമാണ്. പിന്നെ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്നും വീഡിയോ ഉണ്ടാവും. ലൈക്ക് അടിക്കാൻ മറന്നു പോയില്ലല്ലോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നാളെ അടുത്തൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ.